എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളും ന്യൂസുകളും മിക്കവാറും പത്രങ്ങളിലെല്ലാം NSSന്റെ നിലപാടിനെ ചൊല്ലിയിട്ടാണ്. NSS ഇടത്തേട്ട് പോവുകയാണോ, LDFുമായി കൂട്ടുകൂടുകയാണോ എന്നൊരു പ്രശ്നമുണ്ട്. സർക്കാരിൽ വിശ്വാസമെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് നിലപാടില്ലാത്തൊരു പാർട്ടിയാണത്. കേന്ദ്രം ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ കാര്യങ്ങളിൽ BJP കേന്ദ്രം ഒന്നും ചെയ്യുന്നുമില്ല. കോൺഗ്രസിന് ഒരു കാര്യത്തിൽ നിലപാടുമില്ല. അതേസമയം കേരള സർക്കാരിന് നിലപാടുകളുണ്ട്. അതുകൊണ്ട് സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് സമദൂരം വിട്ടുകൊണ്ട് ശരി ദൂരത്തിലേക്ക് പോകുന്നുവോ എന്നൊരു സംശയം. ശരി ദൂരം എന്ന് പറഞ്ഞാൽ ആരാണോ ശരി, ഇപ്പോൾ ഇടതുപക്ഷമാണ് ശരി എന്ന് പറഞ്ഞാൽ ആ പക്ഷത്തിന് കൊടുക്കുക വോട്ട്, അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു സമദൂരത്തിൽ നിന്ന് 10-15-20 വർഷമായി അവർ സമദൂരം പറയാൻ തുടങ്ങിയിട്ട് എല്ലാ പാർട്ടികളോടും തുല്യ ദൂരമാണ്, ഈക്വലാണ് അകലം. നമുക്ക് ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, നമുക്കതിന് NSSന് നിലപാടില്ല, എല്ലാവരോടും ആർക്ക് വേണോ വോട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു NSSന്റെ നിലപാടെങ്കിൽ അത് അന്ന് LDF UDF മാത്രമേ ഉള്ളൂ. അന്ന് BJP ഇല്ല, BJP ശക്തമല്ല. ഇന്നിപ്പോൾ BJPയും കൂടെ ഉള്ളപ്പോൾ ഹിന്ദുക്കളാണ് എല്ലാവരും എന്ന് NSS നായർ സർവീസസിൽ ഉണ്ടായിട്ടും BJPയോടോ സംഘപരിവാറിനോടോ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവർ ഒന്നും ചെയ്യാത്തൊരു പാർട്ടിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സമദൂരം വിട്ടിട്ട് ശരി ദൂരത്തിലേക്ക് NSS മാറുകയാണോ? പക്ഷേ ഇന്ന് അദ്ദേഹം വീണ്ടും ഇതൊരു ഇംഗ്ലീഷ് പത്രത്തിന് വന്ന അഭിമുഖമാണ് ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും സുകുമാരൻ നായർ വീണ്ടും അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ശരി ദൂരമൊന്നുമില്ല, ഇപ്പോഴും സമദൂരം തന്നെയാണ്. പക്ഷേ പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ്. ഗവൺമെൻറ് ശബരിമല വിഷയത്തിൽ ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ വിശ്വാസി സംഗമവും അതുപോലെ തന്നെ കേന്ദ്രത്തിന് നമ്മുടെ സുപ്രീം കോടതിയിൽ കൊടുക്കാൻ പോകുന്ന കൊടുത്തിരിക്കുന്ന സത്യവാങ്ങിൽ ഇനി ബലം പിടിക്കുന്നില്ല. ആ സത്യവാങ്ങ് പിൻവലിച്ചതുപോലെ തന്നെയാണ്. വേണമെങ്കിൽ പുതിയ സത്യവാങ്ങ് കൊടുത്ത് വിശ്വാസികളുടെ കൂടെ നിൽക്കും LDF വോട്ടിന് വേണ്ടി എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ ആര് വന്നിരിക്കുന്നത്, സുകുമാരൻ നായർ വന്നിരിക്കുന്നത്. ഇതിനെ സർക്കാരിൻ്റെ പക്ഷത്തേക്ക് NSSന്റെ ചാഞ്ഞത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റമുണ്ടാകും. പാർലമെൻറ്റിനെ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് ശേഷമാണ് NSSനെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ നയങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിനകത്ത് അന്തർധാരയിലൂടെ എന്തൊക്കെ നടന്നു നമുക്കറിയത്തില്ല. കാര്യം രാഷ്ട്രീയവും മതവും ജാതിയിലൂടെ വളരെ കൃത്യമായി പോവുകയാണ്. അപ്പോൾ അകത്താണ് അന്തർധാര എന്താണ് ചർച്ച എന്താ നമുക്കറിയത്തില്ല. എന്തായാലും ഇത് സ്വാഗതമെന്നാണ് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരിക്കുന്നത്. ചേർത്തലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. പെരുന്നയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷകരമായ സമീപനമാണ് സുകുമാരൻ നായരുടേത്. സർക്കാർ നിലപാട് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നു എന്ന് മന്ത്രി വാസവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ പൊളിറ്റിക്കൽ ചലനമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ UDF ആണ് ഇതിനകത്തൊരു പ്രതിരോധത്തിൽ പോകാൻ പോകുന്നത്. കാരണം UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി സതീശനെ എതിർത്തുകൊണ്ട്, നായരായതുകൊണ്ട് എതിർത്തുകൊണ്ട് വരുന്നു. എന്നാൽ നായർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് തന്നെ എന്നാൽ നായന്മാരുടെ സേവനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റി എതിർക്കുന്നു. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ മാനം എങ്ങോട്ട് പോകുമെന്നറിയില്ല. സർക്കാർ ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. അതിൽ NSSും SNDPയും വീണിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും സമദൂരം വിട്ട് ശരി ദൂരത്തിലേക്കില്ല എന്ന് പറയുമ്പോൾ ഏകദേശം 24-48 മണിക്കൂറായിരുന്നു ഈ സമദൂരം ശരി ദൂരത്തിലേക്ക് പോയത്. പക്ഷെ വീണ്ടും സമദൂരത്തിലേക്ക് NSS പോവുകയാണ്, നായർ സർവീസ് സൊസൈറ്റി പോവുകയാണ്. അപ്പോഴും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അങ്ങനെ നിൽപ്പുണ്ട്. വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി സുകുമാരൻ നായർ അവരുടെയൊക്കെ ചർച്ചകൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ അടുത്ത് വരും ദിവസങ്ങളിൽ വലിയ ഭൂകമ്പങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. പഴയ മന്നത്ത് പത്മനാഭൻ്റെ കാലത്തിലെയോ അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെയോ NSS അല്ല ഇപ്പോഴത്തെ നായർ സർവീസ് സൊസൈറ്റി. ശാഖകൾ പറഞ്ഞാൽ, NSSന്റെ കരയോഗങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ഇന്ന ആളിന് വോട്ട് ചെയ്തു കൊള്ളണം എന്നുള്ള കാലം പോയി. അതുപോലെ SNDP പറഞ്ഞാൽ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന കാലവും പോയി. അതുകൊണ്ട് ഇതെല്ലാം എത്ര കണ്ട് ഇലക്ഷനിൽ ഓരോരുത്തർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം.